9ാമത്തെ അധ്യായത്തിലൂടെ ശ്രീകൃഷ്ണൻ രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന അത്യപൂർവമായ അതിഗഹനമായ വിജ്ഞാനമാണ് അർജുനന് നൽകുന്നത്. ശ്രീകൃഷ്ണന്റെ തന്നെ വരിയിൽ വിവരിക്കുകയാണെങ്കിൽ, ഏത് വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും ലഭിക്കാൻ ഇല്ലയോ, അതാണ് ഇവിടെ വിവരിക്കുന്നത് എന്നാണ് ആദ്യത്തെ വരിയിലൂടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ. ഹേ അർജുന, ഇദം തു തേ ഗുഹ്യതമം, ഇൻഡെപ്ത് ആയിട്ടുള്ള, ഗുഹ്യതമം ഇൻഡെപ്ത് ആയിട്ടുള്ള, പ്രവക്ഷ്യാമി അനസൂയവേ, അത്യുജ്വലമായിട്ടുള്ള ആ അറിവിനെ കുറിച്ച് പ്രവക്ഷ്യാമി, ഞാനിതാ നിന്നോട് പറയാൻ പോകുന്നു. എങ്ങനെയാണ് പറയാൻ പോകുന്നത്? ജ്ഞാനം വിജ്ഞാനസഹിതം. ഈ ഒരു വരി നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. ജ്ഞാനം, ആത്മീയ വിദ്യ, വിജ്ഞാനസഹിതം, സയന്റിഫിക് അറിവോടുകൂടിയാണ് പറയുന്നത്. അതായത് ആത്മീയ വിദ്യയെ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നാണ്? 5140 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ തന്നെ ചെയ്തതാണ്. അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ അർജുനന് ആത്മീയ വിദ്യ ശാസ്ത്രീയമായ രീതിയിൽ വിവരിച്ചു കൊടുക്കാം. അതാണ് ജ്ഞാനം വിജ്ഞാനസഹിതം. യത് ജ്ഞാത്വാ, ഏതൊന്നറിഞ്ഞിട്ടാണോ മോക്ഷ്യസേ അശുഭാത്, അശുഭമായ അമംഗളകരമായ സർവ്വത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്, ആ അറിവ്, ആ ആത്മീയ അറിവ് ശാസ്ത്രീയമായിട്ട് നിനക്ക് ഞാൻ വിവരിച്ചു തരാൻ പോവുകയാണ് എന്ന് ഇൻട്രൊഡക്ഷനിലൂടെയാണ് 9ാമത്തെ അധ്യായത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് രാജവിദ്യ രാജഗുഹ്യ യോഗം വിവരിച്ചു കൊടുക്കുന്നത്. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇദം ഉത്തമം, പവിത്രമാണ് ഉത്തമമായിട്ടുള്ള ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം പ്രവക്ഷ്യാമി പ്രത്യക്ഷാവഗമം ഗമ്യം, ഞാനിതാ പറയാൻ പോവുകയാണ്. അത് പ്രത്യക്ഷാവഗമം, പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ധാർമ്മികമായിട്ട് ഉൾക്കൊള്ളുവാൻ വളരെ എളുപ്പമാണ്. സുസുഖം, വളരെ ഈസിയാണ്, സുഖകരവുമാണ്. കർത്തും അവ്യയം, വളരെ രസകരമായ രീതിയിൽ കർത്തും, നിനക്കത് ചെയ്യുവാൻ, അതനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിനക്ക് മാത്രമല്ല എല്ലാവർക്കും രാജവിദ്യ രാജഗുഹ്യ യോഗം അനുഷ്ഠിക്കുവാൻ, അനുശാസിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അശ്രദ്ധദാനാ പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർത്മനി. അശ്രദ്ധദാനാ പുരുഷാഹ, ധർമ്മത്തിനോട് അശ്രദ്ധയുള്ള, ശ്രദ്ധയില്ലാത്ത പുരുഷ, മനുഷ്യര്, ഹേ പരന്തപ, ഹേ അർജുന, അപ്രാപ്യമാം, എന്നെ പ്രാപിക്കുവാൻ സാധ്യല്ല. ധാർമ്മിക ബോധമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ധർമ്മചര്യയിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മാം അപ്രാപ്യ, എന്നെ പ്രാപിക്കുവാൻ അവർക്ക് സാധ്യല്ല. അപ്രകാരമുള്ള വ്യക്തികൾ നിവർത്തന്തേ മൃത്യു സംസാരവർത്മനി, എപ്പോഴും മൃത്യു സംസാരങ്ങളില്, മരണത്തിലും ജനനത്തിലും അടങ്ങിയിരിക്കുന്ന ഈ സംസാര ചക്രത്തില് നിരന്തരം വർത്തിക്കുന്നു. അതേ സമയത്ത് മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാ അഹം തേഷ്വവസ്ഥിതഃ. ശ്രദ്ധയോടുകൂടി വർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന, ജഗത് അവ്യക്തം, അവ്യക്തമായ ഈ പ്രപഞ്ചത്തില് മുഴുവൻ നിയന്ത്രണവും എന്നിലാണ്. മയാ തതമിദം സർവം, ഈ നടക്കുന്ന സർവകാര്യങ്ങളും ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ബുദ്ധിമാന്മാരായ ശ്രദ്ധാലുക്കളായ വ്യക്തികൾക്കറിയാം. മത്സ്ഥാനി സർവഭൂതാനി, സർവചരാചരങ്ങളും എന്നിലാണ് വർത്തിക്കുന്നത് എന്ന് അവരറിയുന്നു. ന ചാ അഹം തേഷു അവസ്ഥിത, ഞാൻ അവരിൽ മാത്രം ഉൾക്കൊള്ളുന്നവനല്ല, സർവചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്നതാണ് എന്നും ഇവരറിയുന്നുണ്ട്. ന ച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം, ഞാൻ പൂർണ്ണമായിട്ടും ഒരു വസ്തുവിൽ മാത്രം ഉൾക്കൊള്ളുന്നില്ല, അതേ സമയത്ത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വര്യം, ആ സർവ്വത്തിലും വർത്തിക്കുന്നതായ ഐശ്വര്യപൂർണമായ ആ ഒരവസ്ഥയെ, മാനിഫെസ്റ്റേഷനെ ത്വം പശ്യ, നീ നോക്കിക്കണ്ടാലും, ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന, സർവചരാചരങ്ങളിലും ഭൂതഭൃന്ന ച ഭൂതസ്ഥോ, എല്ലാം എന്നിൽ വർത്തിക്കുന്നതായിട്ട്, ഭൂതഹസ്തഃ, എല്ലാം എന്നിൽ വർത്തിക്കുന്നതായിട്ട്, മം ആത്മാ, എന്നിൽ തന്നെ അവയുടെ ചൈതന്യം വർത്തിക്കുന്നതായിട്ട്, ഭൂതഭാവന, അവയുടെ സർവ മാനിഫെസ്റ്റേഷനും എന്നിൽ വർത്തിക്കുന്നതായിട്ട്
നിനക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ആഗ്രഹമുണ്ട് എങ്കിൽ നീ അത് ദർശിച്ചാലും. യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ. ആകാശം എല്ലാ സ്ഥലത്തും വർത്തിക്കുന്നുണ്ട്, അതുപോലെ നിത്യമായി വായു സർവത്ര ഗോ മഹാൻ, സർവചരാചരങ്ങളിലും വായുവും വർത്തിക്കുന്നുണ്ട്. തഥാ അപ്രകാരം തന്നെ സർവാണി ഭൂതാനി, സർവചരാചരങ്ങളിലും മത്സ്ഥാനീത്യുപധാരയ, എന്റെ അസ്തിത്വം, എന്റെ ചൈതന്യത്തിന്റെ അംശമുണ്ട്, അവയെല്ലാം എന്നിൽ തന്നെ വർത്തിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. വായുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും വായു എല്ലാ സ്ഥലത്തുമുണ്ട്. ആകാശത്തിനെ കാണാൻ സാധിക്കുന്നു, പക്ഷേ അത് അനന്തമായി കിടക്കുന്ന, വിസൃജമായി കിടക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എന്റെ ചൈതന്യം അനന്തമായി പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ പ്രത്യക്ഷമായിട്ട് നിനക്ക് കാണാൻ സാധ്യമല്ല. യോഗികൾക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള അനുഭൂതി, എക്സ്പീരിയൻസ് ലഭിക്കുകയുള്ളൂ. സർവചരാചരങ്ങളും എന്നിൽ വർത്തിക്കുന്നതായിട്ട് ഇത്തരത്തിലുള്ള ജ്ഞാനികൾ അറിയുന്നുണ്ട്. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം. സർവജീവജാലങ്ങളുടെയും അടിസ്ഥാന 8 തത്വങ്ങളായ പ്രകൃതി ഞാൻ തന്നെയാണ് എന്ന് ഞാൻ നിന്നോട് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സർവഭൂതാനി, സർവചരാചരങ്ങളിലുമുള്ള ഹേ കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം, അടിസ്ഥാനമായ പ്രകൃതി ഞാൻ തന്നെയാണ്. കൽപക്ഷയേ പുനഃസ്ഥാനി, ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ അത് മുഴുവനും ഡിസോൾവ് ചെയ്തില്ലാതെയാകുന്നു. കൽപാദൗ, പുതിയ കൽപ്പം ആരംഭിക്കുമ്പോൾ വിസൃജാമിയഹം, സൃഷ്ടി ഞാൻ തന്നെയാണ് തുടങ്ങുന്നത്. കൽപ്പം അവസാനിപ്പിക്കുമ്പോൾ എല്ലാം എന്നിൽ അലിഞ്ഞു ചേരുന്നു. പുതിയ കൽപ്പം ആരംഭിക്കുമ്പോൾ എല്ലാം എന്നിൽ നിന്ന് പുനർജനിക്കുന്നു. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ. ഈ അടിസ്ഥാന തത്വങ്ങളായ പ്രകൃതിയെ സ്വാം അവഷ്ടഭ്യ, അതാത് രൂപത്തിൽ ആക്കിക്കൊണ്ട് വിസൃജാമി പുനഃ, വീണ്ടും വീണ്ടും ഞാനാണ് ജനിപ്പിക്കുന്നത്. ഓരോ ജീവജാലത്തെയും അതാതിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രകൃതിയുടെ 8 തത്വങ്ങളിലൂടെ പുനർജനിപ്പിക്കുന്നത് ഞാനാണ്. പാമ്പിനെ പാമ്പായിട്ടും, പുലിയെ പുലിയായും, സിംഹത്തിനെ സിംഹമായിട്ടും, മനുഷ്യനെ മനുഷ്യനായിട്ടും, അമീബയെ അമീബയായിട്ടും, വൈറസിനെ വൈറസായിട്ടും ജനിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. ഭൂതഗ്രാമ ഇമം കൃത്രം അവശം പ്രകൃതേത്വശാത്, സർവജീവജാലങ്ങളിലും അതിൻ്റെ ഭൂതഗ്രാമം ഇമം കൃത്രം, അവരവരർഹിക്കുന്ന രൂപത്തിലേക്ക് അവരവരെത്തിച്ചേരുന്നത് അവരുടെ എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. പ്രകൃതേർവശാത്, ഇൻഫ്ലുവൻസ് ഓഫ് ദി എൻവയോൺമെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദെയർ ഹാബിറ്റ് ആസ് വെൽ ആസ് ഷേപ്പ് ആൻഡ് സൈസ്. അതുകൊണ്ട് സർവജീവജാലങ്ങളും അതാത് രൂപത്തിൽ വരാൻ കാരണം അതിന്റെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദവും സ്വാധീനവും കൊണ്ടാണ്. അതേസമയം അവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് തന്നെയാണ്. നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. അതേ സമയത്ത് ഇവയുടെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സൃഷ്ടിയിൽ ഞാൻ അറ്റാച്ച്ഡ് അല്ല. നചമാം താനി കർമാണി, ആ കർമ്മങ്ങളിൽ ഒന്നും തന്നെ നിബധ്നന്തി, അറ്റാച്ച്ഡ് ആയിട്ട് ബന്ധസ്ഥനായി ഞാൻ നിൽക്കുന്നില്ല. ഉദാസീനവദാസീനം അസക്തം തേസു കർമ്മസു. ഉദാസീനവത് ആസീനം, അൺഅറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ആസീനം ഞാൻ വർത്തിക്കുന്നു. അസക്തം, ഒരു തരത്തിലും ആസക്തിയില്ലാതെ തേഷു കർമ്മസു, ആ കർമ്മത്തിൽ ഞാൻ വർത്തിക്കുന്നു. അതായത് സർവകർമ്മങ്ങളും പ്രകൃതിയിൽ നടക്കുമ്പോൾ ആ കർമ്മത്തിലെ ബന്ധിതനായിട്ട് പ്രപഞ്ച ചൈതന്യം വർത്തിക്കുന്നില്ല. ബന്ധവിമോചിതമായിട്ട് തന്നെയാണ് പ്രകൃതിയും പ്രപഞ്ചവും അതിൽ വർത്തിക്കുന്നത്. സർവതും ഒരു നിയമം പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതായത് പ്രപഞ്ചത്തില് ഏത് പ്ലസ് എന്ന കർമ്മത്തിലും ഏത് മൈനസ് എന്ന കർമ്മത്തിലും പ്രപഞ്ച ചൈതന്യത്തിന് അറ്റാച്ച്മെന്റ് ഇല്ല. പ്രപഞ്ചത്തിന്റെ നിയമം പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത വരി ശ്രീകൃഷ്ണൻ പറയുന്നത് അത്യുജ്വലമാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. സർവചരാചരങ്ങളും ഏതിലാണോ കോർത്തിരിക്കുന്നത് ആ കോർക്കുന്ന കർത്തവ്യം മയാധ്യക്ഷേണ പ്രകൃതി, എന്റെ ചെയർമാൻഷിപ്പില് പ്രകൃതി അനുഷ്ഠിക്കുകയാണ്. എനിക്കതിന് ബന്ധമില്ല, പക്ഷെ ഗൈഡൻസ് എന്റേതാണ്, കൺട്രോൾ എന്റേതാണ്, നിയതി എന്റേതാണ്, നിർദ്ദേശം എന്റേതാണ്. എന്റെ അറ്റാച്ച്മെന്റ് അതിനകത്തില്ല. ഹേതുനാനേവ കൗന്തേയ ജഗത് വിപരിവർത്തതേ. ഹേ കൗന്തേയ, ഞാൻ കാരണമാണ്. ഹേതുനാനേന,
ഞാൻ കാരണമാണ് ജഗത് വിപരിവർത്തതേ, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും തിരിയുന്നത്, സർവ്വതും കറങ്ങുന്നത്, സർവ്വതും വർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് അത് ഞാൻ കാരണമാണ്. അതേ സമയത്ത് എനിക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ല, ഞാൻ അതുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. അത് എൻ്റെ അധ്യക്ഷതയില് പ്രകൃതി നടത്തുന്ന കർത്തവ്യമാണ്, ഞാൻ അതിന് ഗൈഡൻസ് കൊടുക്കുന്നു എന്ന് മാത്രം. അവിജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തു മമ ഭൂതമശേശ്വരം. മൂഢാഹ മാനുഷീം തനുമാശ്രിതം, മൂഢന്മാരെ, ബുദ്ധിയില്ലാത്തവര്, മനുഷ്യരൂപം എടുത്തിരിക്കുന്ന എന്നെ നോക്കിയിട്ട് അവിജാനന്തിമാം, എന്നെ തിരിച്ചറിയാതെ, എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ, പരം ഭാവമജാനന്തു മമ ഭൂതമശേശ്വരം, സർവചരാചരങ്ങളുടെയും ആധാരഭൂതമായ മഹേശ്വരൻ, പ്രപഞ്ച ചൈതന്യം ഞാനാണ് എന്ന് പരംഭാവം അജാനന്തു, പരമമായ ഭാവത്തെ അറിയാതെ ആ മൂഢന്മാര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഘാശ മോഘകർമാണോ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. മോഘാശ മോഘകർമാണോ മോഘജ്ഞാനാവിചേതസഃ, മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള വ്യക്തികള് വ്യർത്ഥമായ ആഗ്രഹത്തോടുകൂടി, വ്യർത്ഥമായ കർമ്മത്തോടുകൂടി, വ്യർത്ഥമായ ജ്ഞാനത്തോടുകൂടി, രാക്ഷസീം ആസുരീം ചൈവ, രാക്ഷസീയവും ആസുരീകവുമായ പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ, പ്രകൃതിയുടെ കൺഫ്യൂസ്ഡ് അവസ്ഥയെ മാത്രം ആശ്രയിച്ച് അവരൊന്നിനെയും തിരിച്ചറിയാതെ അജ്ഞാനമായ തിമിരാം കൊണ്ട് അന്ധമായിരിക്കുന്നവര് പല വിധത്തിലുള്ള കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. പക്ഷെ റിയാലിറ്റി അവരാരും അറിയുന്നില്ല. അതേ സമയത്ത് മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത, മഹാത്മാക്കളാകട്ടെ ഹേ പാർത്ഥ മാം ദൈവീം പ്രകൃതിമാശ്രിത, ഞാൻ ഈശ്വരീയമായ അടിസ്ഥാന തത്വങ്ങളെ ആശ്രയിച്ച് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് അറിയുക മാത്രമല്ല, ഭജന്ത്യനന്യ മനസ്സോ, മറ്റൊന്നിനെയും ശ്രദ്ധിക്കാതെ, മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഭജന്തി, എന്നെ തന്നെ ഭജിക്കുന്നു. ജ്ഞാത്വാ ഭൂതാദിമവ്യയം, സർവഭൂതാദിമവ്യയം, സർവജീവജാലങ്ങളിലും പരോക്ഷമായി വർത്തിക്കുന്ന, പുറത്തു നിന്ന് നോക്കിയാൽ ദർശനഗോചരമല്ലാതെ, ദൃഷ്ടിഗോചരമല്ലാതെ വർത്തിക്കുന്നതായ, അവ്യയ രൂപത്തിൽ വർത്തിക്കുന്നതായ ആ പ്രപഞ്ച ചൈതന്യം ഞാനാണെന്ന് ജ്ഞാത്വ, അറിഞ്ഞിട്ട്, ഭജന്തി അനന്യ മനസ, മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്നെ തന്നെ ഭജിക്കുന്നതായിട്ട് നിനക്ക് കാണുവാൻ സാധിക്കും. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ, ആന്തരികമായ പ്രപഞ്ച ചൈതന്യത്തില് ദൃഢവ്രതാഃ, ദൃഢചിത്തവുമായി, ദൃഢവ്രതത്തോടുകൂടി സതതം കീർത്തയന്തോ മാം, ഏത് സമയത്തും എന്നെ സ്തുതിച്ചുകൊണ്ട്, എന്നിൽ ജ്ഞാനം ദർശിച്ചുകൊണ്ട്, നമസ്യന്തശ്ച മാം ഭക്ത്യ, പ്രപഞ്ച ചൈതന്യമായ എന്നെ ഭക്തിപുരസ്സരം നമസ്കരിച്ചുകൊണ്ട്, നിത്യയുക്ത ഉപാസത്തെ, നിരന്തരമായിട്ട് പ്രപഞ്ച ചൈതന്യത്തെ ഉപാസിച്ചുകൊണ്ട് കുറേ ജ്ഞാനികൾ വർത്തിക്കുന്നുണ്ട്. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസത്തെ, ജ്ഞാനയജ്ഞത്തിലൂടെ ച അപി അന്യേ, മറ്റു ചിലര് യജന്തോ യജിക്കുന്നു, മാം ഉപാസത്തെ, എന്നെ തന്നെ ഉപാസനാരൂപത്തില് ജ്ഞാനയജ്ഞത്തിലൂടെ എന്നെ ഭജിക്കുന്നവരുമുണ്ട്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം, വിശ്വതോമുഖം ബഹുധാ, വിശ്വത്തിൽ എല്ലാത്തിലും തന്നെ വർത്തിക്കുന്നതായ ഏകത്വേന പൃഥക്ത്വേന, ഒരേ ഒരു ചൈതന്യം വീണ്ടും വീണ്ടും പലതിലും ദർശനയോഗ്യമാകുന്ന ആ ചൈതന്യം സർവചരാചരങ്ങളിലും, വിശ്വതോമുഖം, വിശ്വത്തിന്റെ സർവ്വതിലും കാണുന്ന ആ ചൈതന്യം ഏകത്വേന, ഒന്ന് തന്നെയാണെങ്കിലും പൃഥക്ത്വേന, വീണ്ടും വീണ്ടും ദർശനയോഗ്യമാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനാണ് അതിലെല്ലാം വർത്തിക്കുന്നത് എന്ന് ജ്ഞാനികൾ അറിയുന്നുണ്ട്. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹമൗഷധം, അഹം ക്രതുഹു, ഞാനാണ് യജ്ഞത്തിന് ആധാരഭൂതമായിരിക്കുന്ന ഈശ്വര ചൈതന്യം. അഹം യജ്ഞഃ, യജ്ഞവും ഞാൻ തന്നെയാണ്. സ്വധാഹം, എല്ലാ അഗ്നിയും സ്വധയും ഞാൻ തന്നെയാണ്. ഔഷധിയും ഞാൻ തന്നെയാണ്. മന്ത്രോഹം, മന്ത്രവും ഞാൻ തന്നെയാണ്. അഹമേവാജ്യം, അഗ്നിയിൽ ഹോമിക്കുന്ന നെയ്യും ഞാൻ തന്നെയാണ്.
അഹം അഗ്നി, അഗ്നിയും ഞാൻ തന്നെയാണ്. അഹം ഹുതം, അഗ്നിയുടെ ദഹന ചൈതന്യവും ഞാൻ തന്നെയാണെന്ന് അവരറിയുന്നു. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ, ഈ ജഗത്തിന്റെ പിതാവും ഞാനാണ്, ഈ ജഗത്തിന്റെ മാതാവും ഞാനാണ്. അതുപോലെ ഈ ജഗത്തിന്റെ പിതാമഹനും ഞാൻ തന്നെയാണ്. ധാതാവ്, എല്ലാം കൊടുക്കുന്ന വ്യക്തിയും ഞാനാണ്. വേദ്യം പവിത്രമോങ്കാരം, അറിവ് ഞാനാണ്, പവിത്രമായ ഓംകാരം ഞാനാണ്. ഋക് സാമ യജുരേവച, ഋഗ്വേദവും യജുർവേദവും സാമവേദവും അതും ഞാൻ തന്നെയാണ് എന്ന് ഇവരറിയുന്നു. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. ഗതിർ ഭർത്ത, എല്ലാത്തിൻ്റെയും ഗതിയും ഞാനാണ്. പ്രഭു, എല്ലാത്തിൻ്റെയും ചെയർമാനും ഞാനാണ്. സാക്ഷി, എല്ലാത്തിൻ്റെയും വിറ്റ്നസ്സും ഞാനാണ്. നിവാസ, എല്ലാം വസിക്കുന്നതിൻ്റെ വാസസ്ഥലവും ഞാനാണ്. ശരണം സുഹൃത്, എല്ലാത്തിനും ആശ്രയിക്കേണ്ട ശരണാഗതിയും ഞാൻ തന്നെയാണ്. പ്രഭവ, സർവ്വതിൻ്റെയും പ്രഭവസ്ഥാനം ഞാനാണ്. പ്രളയ, സർവ്വതിൻ്റെയും ലയസ്ഥാനം ഞാൻ തന്നെയാണ്. നിധാനം, എല്ലാത്തിൻ്റെയും ആധാരം ഞാൻ തന്നെയാണ്. ബീജം അവ്യയം, എല്ലാത്തിൻ്റെയും അവ്യക്തമായ കാരണവും ഞാൻ തന്നെയാണെന്ന് ഇവരറിയുന്നു. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്. ഗതി, പ്രഭു, സാക്ഷി, നിവാസസ്ഥാനം, ശരണം, സുഹൃത്ത്, പ്രഭവസ്ഥാനം, പ്രളയസ്ഥാനം, നിധാനം, ആധാരം, എല്ലാത്തിൻ്റെയും ബീജം, കാരണം ഇത് ഞാൻ തന്നെയാണെന്ന് ജ്ഞാനികൾ വളരെ വ്യക്തമായി അറിയുന്നുണ്ട്. അപ്രകാരം അറിയുന്നവർ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനികൾ എന്ന് നീ മനസ്സിലാക്കണം. തപാമി അഹം, തപസ് ഞാനാണ്. അഹം വർഷം, ദീർഘകാലത്തിലുള്ള വർഷം ഞാൻ തന്നെയാണ്. നിഗൃണ്ണാമി സൃജാമി ച, സർവ്വതിൻ്റെയും നിഗ്രഹം പ്രപഞ്ച ചൈതന്യമായ എന്റെ നിയന്ത്രണത്തിലാണ്. സൃജാമി, സർവ്വതിൻ്റെയും സൃഷ്ടിയും പ്രപഞ്ചത്തിന്റെ അധ്യക്ഷനായ ഞാനാണ് നടത്തുന്നത്. അമൃതം ചൈവ മൃത്യുശ്ച, മരണമില്ലാത്ത അവസ്ഥയും ഞാനാണ്, മരണമുള്ള അവസ്ഥയും ഞാൻ തന്നെയാണ്. മരണവും അമരത്വവും ഞാൻ തന്നെയാണ്. സദസച്ചാഹമർജുന, എല്ലാത്തിൻ്റെയും സത്തും ഞാനാണ്, എല്ലാത്തിൻ്റെയും അസത്തും ഞാനാണ്. എല്ലാത്തിൽ വർത്തിക്കുന്നു എന്ന ചൈതന്യത്തിന്റെ വർത്തനാവസ്ഥ ഞാനാണ്, വർത്തിക്കാത്ത ശൂന്യാവസ്ഥയും ഞാൻ തന്നെയാണ് ഹേ അർജുന എന്നാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ടാ സ്വർഗതിം പ്രാർത്ഥയന്തേ. ത്രൈവിദ്യ, ഋഗ്വേദം, യജുർവേദം, സാമവേദങ്ങളില് നിരന്തരമായി പഠനത്തിലൂടെ ജ്ഞാനം ആർജിച്ചിരിക്കുന്ന സോമപാഹ, പരമമായ സോമപാനം ചെയ്തിരിക്കുന്നവരെ പോലെ അറിവ് നേടിയവര്, ഭൂതപാപാഹ, സർവപാപവും നശിച്ചവരായിട്ടുള്ള വ്യക്തികള്, യജ്ഞൈരിഷ്ടാ സ്വർഗതിം പ്രാർത്ഥയന്തി, ഏത് യജ്ഞമാണോ അനുഷ്ഠിച്ചുകൊണ്ട് സ്വർഗതി, സ്വർഗത്തെ പ്രാപിക്കുന്നത് അല്ലെങ്കിൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ, അവരനുഷ്ഠിക്കുന്ന പുണ്യകർമ്മത്തിന്റെ ഫലം അത് ഞാൻ തന്നെയാണ്. ആ പുണ്യത്തെ ആസാദ്യ എടുത്തതിന് ശേഷം സുരേന്ദ്രലോകം, ഏറ്റവും ഉജ്ജ്വലമായ ഈശ്വരീയമായ ലോകത്തിലേക്ക്, അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ, ദേവന്മാർക്ക് മാത്രം സാധ്യമാകുന്ന ആ ഉജ്ജ്വലമായ സുഖ സൗകര്യങ്ങളുടെ ലക്ഷ്യമിട്ടുകൊണ്ട് എത്തുന്ന യജ്ഞമനുഷ്ഠിക്കുന്ന ജ്ഞാനികള് എത്തുന്ന ലോകവും അതും ഞാൻ തന്നെയാണ്. ആ ലോകത്തിന്റെ അധിപൻ, സുഖസമൃദ്ധമായ ലോകത്തിന്റെ, സ്വർഗലോകത്തിന്റെ അധിപനും ഞാൻ തന്നെയാണ്. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഏത് പുണ്യകർമ്മം അനുഷ്ഠിച്ചിട്ടാണോ വേദ പണ്ഡിതന്മാരായ ജ്ഞാനികള് യജ്ഞമനുഷ്ഠിക്കുന്നത്, ആ യജ്ഞത്തിന്റെ ഫലം തേ തം ഭുക്ത്വാ, ആ യജ്ഞത്തിന്റെ ഫലം അനുഭവിച്ച് സ്വർഗലോകം വിശാലം, വിശാലമായ സ്വർഗലോകത്തെ പ്രാപിച്ചതിന് ശേഷം അവരുടെ പുണ്യം ഏതു സമയത്താണോ ക്ഷീണേ, ഇല്ലാതെയായിത്തീരുന്നത്, അതേ യോഗികള് മർത്യലോകം വിശന്തി, തിരിച്ച് ഭൂമിയിലേക്ക് അവർ വരുന്നു. അവരുടെ പുണ്യമായ കർമ്മത്തിന്റെ പുണ്യഫലം സ്വർഗത്തിൽ അനുഭവിച്ചതിന് ശേഷം അവര് തിരിച്ച് മർത്യലോകത്തിലേക്ക് വീണ്ടും വരുന്നു. ഏവം ത്രയീ ധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമ കാമാലബന്ധേ, ഭൗതിക സുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട്
നിരന്തരമായ ആനന്ദാനുഭൂതിയാണ് പ്രത്യക്ഷമായി ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ച് അനുശാസിക്കുന്ന കർമ്മങ്ങള്, ഏവം ത്രയീ ധർമ്മ, വൈദിക കർമ്മങ്ങള് അനുപ്രപന്ന, ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നവര്, ഗതാഗതം കാമാലബന്ധേ, അവരാഗ്രഹിക്കുന്നതായ ആഗ്രഹങ്ങളുടെ പൂർത്തിക്ക് ആവശ്യമായ ആ സുഖങ്ങൾ തന്നെ കാമാ ലഭന്തേ, അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഏത് വ്യക്തിയാണോ വേദം പഠിച്ച് യജ്ഞകർമ്മത്തിലൂടെ യാഗകർമ്മത്തിലൂടെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം സുഖഭോഗമാണെങ്കിൽ അതവർക്ക് ലഭിച്ച് അവരുടെ സുഖഭോഗത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് അവർ തിരിച്ച് മർത്യലോകത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. അതേ സമയത്ത് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം, മറ്റൊന്നും ചിന്തിക്കാതെ ആരാണോ മാം ചിന്തയന്ത, എന്നെ മാത്രം ചിന്തിക്കുന്നത്, യേ ജനാ പര്യുപാസതേ, നിരന്തരം ആരാണോ എന്നെ തന്നെ ഉപാസിക്കുന്നത്, തേഷാം അവർക്ക്, നിത്യാഭിയുക്താനാം എല്ലാവിധത്തിലും അനുയോജ്യമായിരിക്കുന്ന യോഗക്ഷേമം അഹം വഹാമി, ആ ക്ഷേമമായ അവസ്ഥയെയാണ് ഞാൻ അവർക്ക് നൽകുന്നത്. ആ ക്ഷേമമായ അവസ്ഥയിലേക്കാണ് അവരെ ഞാൻ കൊണ്ടെത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, പുണ്യാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐശ്വര്യപൂർണമായ പദത്തിലേക്ക് അവരെ ഞാൻ എത്തിക്കുന്നു. യേ അപി അന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാഹ, ശ്രദ്ധയോടുകൂടി അന്യദേവതാ ഭക്ത, മറ്റ് ദേവതമാരെ ഭക്തിപുരസ്സരം ആരാണോ ഭജിക്കുന്നത്, യജന്തേ ഭജിക്കുന്നത്, തേ അപി അവരുപോലും മാമേവ കൗന്തേയ യജന്തി അവിധിപൂർവകം, വിധിപൂർവമല്ലാതെ ആണെങ്കിൽ പോലും മറ്റ് ദേവതമാരെ പൂജിക്കുന്നവരെ എന്നെ തന്നെയാണ് അവരും പൂജിക്കുന്നത്. തേ അപി മാമേവ കൗന്തേയ യജന്തി, അവരെന്നെ തന്നെയാണ് ഹേ കൗന്തേയ പൂജിക്കുന്നത്. അങ്ങനെ വിധിപൂർവമല്ലാതെ മറ്റു ദേവതമാരിലൂടെ പൂജിക്കുന്നവർ പോലും എന്നെയാണ് പൂജിക്കുന്നത്. അവരും പരമമായ ഗതിയെ തന്നെയാണ് പ്രാപിക്കുന്നത്. അഹം ഹി സർവയജ്ഞാനം ഭോക്താച പ്രഭുരേവച, കാരണം സർവയജ്ഞങ്ങളുടെയും ഫൈനൽ കർമ്മത്തിന്റെ ബിന്ദു എന്നിലാണ് വർത്തിക്കുന്നത്. സർവയജ്ഞത്തിന്റെയും റിസൾട്ട് വർത്തിക്കുന്നത് എന്നിലാണ്. സർവയജ്ഞത്തിന്റെയും പ്രോഡക്റ്റ് എന്നിലാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് അഹം ഹി സർവയജ്ഞാനാം ഭോക്താച പ്രഭുരേവച, പ്രഭുവും ഞാനാണ്, അതിന്റെ ഓണറും ഞാൻ തന്നെയാണ്. എല്ലാം വർത്തിക്കുന്നത് എന്നിലാണ്, എല്ലാത്തിൻ്റെയും ഓണറും സ്വാമിയും ഞാൻ തന്നെയാണ്. നതുമാം അഭിജാനന്തി, അതേ സമയത്ത് അത് ഞാനാണെന്ന് അറിയാതെ, അഭിജാനന്തി അഭിജാനന്തി അറിയാതെയാണ്, തത്വേന അതച്യവന്തി തേ, അവര് ആ പന്ഥാവിലൂടെ പോകുന്നത്. യഥാർത്ഥത്തിൽ ലാസ്റ്റ് പോയിന്റ്, പ്രൈം പോയിന്റ് അത് ഞാൻ തന്നെയാണ്. അതറിയാതെ മറ്റു ദേവതമാരെ ഉപാസിക്കുന്നവരും യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നതും എത്തിച്ചേരേണ്ടതും എന്നിൽ തന്നെയാണ്. യാന്തി ദേവവ്രതാൻ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാഹ, ദേവവ്രതത്തോടുകൂടി ദൈവിക ചൈതന്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവര് യാന്തി ദേവവ്രതാൻ ദേവാൻ, ദൈവിക ചൈതന്യത്തിലെത്തുന്നു. പിതॄൻ യാന്തി പിതൃവ്രതാഹ, പിതാക്കന്മാരെ ഉപാസിക്കുന്നവര്, പിതൃക്കളെ ഉപാസിക്കുന്നവര് അവര് പിതൃമണ്ഡലത്തിലെത്തുന്നു. ഭൂതാനി യാന്തി ഭൂതേജ്യ, ഭൂതചൈതന്യത്തെ സ്വാംശീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് ആ ഭൂതചൈതന്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെയാണ് യാന്തി മധ്യാജിനോ അപി മാം, എന്നെ പ്രണമിച്ച് എന്നിലേക്ക് പ്രയാണം ലക്ഷ്യമിട്ട് എന്നിലേക്ക് തന്നെ വന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികള് എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നുള്ള പ്രപഞ്ച സത്യം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി, നല്ല സുഗന്ധമുള്ള പത്രം, ഇലകള്, സുഗന്ധമുള്ള പുഷ്പം, സുഗന്ധവും മാധുര്യവുമുള്ള ഫലം, അതുപോലെ ജലം, യോ മേ ഭക്ത്യാ പ്രയച്ഛതി, ആരാണോ പൂർണ്ണ ഭക്തിയോടുകൂടി എനിക്ക് തരുന്നത്, തദ് അഹം, അത് ഞാൻ, ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ, ആ ഭക്തിയോടുകൂടി തന്നിരിക്കുന്നത്
അതേ ഭക്തിയോടുകൂടി സ്വീകരിച്ച് പ്രിയതാത്മന, എനിക്ക് പ്രിയപ്പെട്ടവൻ നൽകുന്നതായിരിക്കുന്ന ആ വസ്തുതയെ ഞാൻ അശ്നാമി, ഭക്ഷ്യ വസ്തുവായിട്ട് സ്വീകരിച്ച് ഭുജിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു, നൈവേദ്യമായി സ്വീകരിക്കുന്നു. യത് കരോഷി യത് അശ്നാസി യജ്ജുഹോഷി തദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വമദർപ്പണം. യത് കരോഷി, എന്തു ചെയ്യുന്നുവോ, യത് അശ്നാസി, എന്ത് ഭുജിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, യജ്ജുഹോഷി, എന്ത് ഹോമിക്കുന്നുവോ, തദാസി തത്, അത് മുഴുവനും തന്നെ. യത് തപസ്യസി കൗന്തേയ, ഏതിനെ ചിന്തിച്ച് ഉദ്ദേശിച്ച് തപസ് ചെയ്യുന്നുവോ എല്ലാം തന്നെ തത്കുരുഷ്വമദർപ്പണം, അത് പ്രപഞ്ച ചൈതന്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, അത് അവസാനത്തെ ബിന്ദുവാണെന്ന് ധരിച്ചുകൊണ്ട്, അതിലേക്കാണ് എല്ലാം എത്തിച്ചേരേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട്, അത് എനിക്കുള്ള അർപ്പണമായിട്ട്, എനിക്കുള്ള നിവേദ്യമായിട്ട് അത് ചെയ്യേണ്ടതാണ്. ശുഭാശുഭ ബലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി, കർമ്മ അനുഷ്ഠാനത്താൽ, കർമ്മത്തോടുള്ള അറ്റാച്ച്മെന്റിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന ശുഭാശുഭ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ പൂർണ്ണമായിട്ടും മോചിതനായി തീരും. നിന്റെ കർമ്മം മുഴുവനും എന്നിലെ അർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി, ആ സന്യാസം സർവകർമ്മഫലത്യാഗം ചെയ്തുകൊണ്ട് യോഗയുക്താത്മാ, യോഗചര്യയെ അനുശാസനാ മാർഗമായി സ്വീകരിച്ചുകൊണ്ട് വിമുക്തോ, സർവ്വതിൽ നിന്നും മോചനം നേടിയവൻ, മാമുപൈഷ്യസി, എന്നിലേക്ക് തന്നെ എത്തിച്ചേരുന്നു, എന്നെ തന്നെ പ്രാപിക്കുന്നു. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. ഇത് നാം എപ്പോഴും അറിയേണ്ടതാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സർവഭൂതേഷു സമ അഹം, എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ തുല്യനായി പ്രാപ്യമാണ്. എനിക്ക് എന്റെ മുമ്പിൽ സർവ്വജീവജാലങ്ങളും, സർവ്വജീവജാലങ്ങളുടെയും മുമ്പിൽ ഞാനും തുല്യമായി വർത്തിക്കുന്നു. നമേ ദ്വേഷ്യോ അസ്തി ന പ്രിയഃ, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരും പ്രിയരായിട്ടില്ല, എല്ലാവരോടും എനിക്ക് തുല്യമായ ഭാവമാണുള്ളത്. ഒരുവനോടും അമിതമായ ബന്ധമോ അമിതമായ ബന്ധമോചനമോ എനിക്കില്ല. സർവ്വതും ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പിൽ തുല്യമാണ്. യേ ഭജന്തി തു മാം ഭക്ത്യ മയി തേ തേഷു ചാപ്യഹം. പക്ഷെ പരമമായ കർമ്മങ്ങൾ മുഴുവനും ഒരു തരത്തിൽ ഉപാസനയായി സ്വീകരിച്ചുകൊണ്ട്, എന്നിൽ അർപ്പിച്ചുകൊണ്ട്, സദാചാരമായ കർമ്മബന്ധത്തോടുകൂടി, കർമ്മത്തോടുകൂടി എന്നെ ഭജിക്കുന്ന വ്യക്തികള്, അതായത് പരമമായ ഈശ്വരനെ ഭജിക്കുന്ന വ്യക്തികള് എനിക്ക് തരുന്നതെല്ലാം ഞാൻ സ്വീകരിച്ച് അവരില് ഞാൻ ഭക്തി പുരസ്സരം വർത്തിക്കുന്നു, അവര് എന്നിൽ ഭക്തി പുരസ്സരം വർത്തിക്കുന്നു. അവർക്ക് ഞാൻ എളുപ്പത്തിൽ പ്രാപ്യനാണ്. കാരണം അവരുടെ ലക്ഷ്യവും അവരുടെ മാർഗവും അവരുടെ പന്ഥാവും സർവ്വതും എന്നിലേക്കാണ്, എന്നിൽ നിന്നാണ്, ഞാനാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നോട് ഏറ്റവും അടുത്തുള്ളവരാണ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ള ചൈതന്യവുമാണ്. അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ്. ഇനി ദുരാചാര സംബന്ധമായ കർമ്മത്തിൽ നിരന്തരം വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിട്ട് അഭിചേത്, അദ്ദേഹത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, സുദുരാചാരോ, ദുരാചാരം വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭജതേ, അവസാനത്തിൽ എന്നെ തന്നെ ഭജിച്ച്, മാം അനന്യഭാഗ്, മറ്റൊന്നിനെയും ചിന്തിക്കാതെ തന്റെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി ഈശ്വരാർപ്പണമായി ബാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിരന്തരം പിന്നീട് വസിക്കുകയാണെങ്കിൽ പോലും സാധുരേവ സമന്തവ്യ, അദ്ദേഹവും സന്യാസിയെ പോലെ, അദ്ദേഹവും ഉജ്ജ്വലനായ യോഗിയെ പോലെ സമ്യക് വ്യവസിതോഹി സഹ, അദ്ദേഹവും എന്നിൽ തന്നെ വസിക്കും, അദ്ദേഹവും എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അതായത് ഒരിക്കൽ ദുരാചാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, ദുരാചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും മോക്ഷം ലഭിക്കാൻ, മോചനം ലഭിക്കാൻ സ്വാഭാവികമായും പരമപവിത്രമായ ഈശ്വര ചൈതന്യത്തിലേക്കുള്ള പ്രയാണം സാധിക്കുമെന്ന് ശ്രീകൃഷ്ണൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഉപദേശം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തുക, തിന്മകൾക്ക് കാരണഭൂതരായിട്ടുണ്ടെങ്കിൽ മാറുക,
ആരെയെങ്കിലും കുറിച്ച് തിന്മയോ വിചാരിക്കുകയോ പറയുകയോ അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ അതിന് നിങ്ങൾക്ക് യോഗം അല്ലെങ്കിൽ ദുര്യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി സദാചാരം, സദുദ്ദേശം, സദ്വാക്ക്, സത്കർമ്മം, സത്കർമ്മഫലം ആ പന്ഥാവിലേക്ക് മാറുവാൻ ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശത്തിലൂടെ നമുക്ക് അവസരം ലഭിക്കുകയാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി. ഇപ്രകാരമുള്ള ധർമാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസൾട്ട് ക്ഷിപ്രം ഭവതി, പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്താ റിസൾട്ട്? ശശ്വത് ശാന്തിം നിഗച്ഛതി. അവരെ ശാശ്വതമായ മനസ്സമാധാനം ലഭ്യമാക്കുന്ന, സംതൃപ്തിയും സന്തോഷവും ലഭ്യമാക്കുന്ന ശാന്തിയെ അവര് പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ റിസൾട്ട്. കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ഏ കൗന്തേയ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. പ്രതിജാനിഹി, നീ ഇത് മനസ്സിലാക്കിയാലും നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ, മേ ഭക്ത ന പ്രണശ്യതി, ഒരിക്കലും നശിക്കുന്നില്ല. പരമപവിത്രമായ ഈശ്വര ചൈതന്യത്തെ ഉപാസിക്കുന്ന വ്യക്തി ഒരിക്കലും നശിക്കുന്നില്ല എന്ന് ശ്രീകൃഷ്ണൻ അടിവരയിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഡിക്ലെയർ ചെയ്യുകയാണ് അർജുനനോട്. മാം ഹി പാർത്ഥ വ്യഭാശ്രിത്യ യേ അപി സ്യു പാപയോനയഃ. കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ജനനം കൊണ്ടോ എത്ര താഴ്ന്ന വംശത്തിൽ ജനിച്ചാലും, സ്ത്രീയോ, അവർ സ്ത്രീയാണെങ്കിലും, വൈശ്യാഹ, വൈശ്യനാണെങ്കിലും, തഥാ ശൂദ്രാഹ, ശൂദ്രനാണെങ്കിലും, തേ അപി, അവരെല്ലാവരും തന്നെ യാന്തി പരാംഗതിം, പരമമായ ഗതിയിലെത്തി അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. എപ്രകാരമാണെങ്കിൽ മാം ഹി പാർത്ഥവ്യപാശ്രിത്യ, എന്നെ തന്നെ ആശ്രയിച്ച് എന്നെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഏ അപിസ്യു പാപയോനയഃ, ഏത് തരത്തിലുള്ള ജന്മത്തിലൂടെയും കർമ്മത്തിലൂടെയും ലഭിച്ച നെഗറ്റീവുകളിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്യുജ്വലമായ ഈശ്വര ചൈതന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആരെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അവർക്കെല്ലാവർക്കും തന്നെ എന്നെ പ്രാപിക്കുവാൻ, എന്നിലേക്ക് എത്തിച്ചേരുവാൻ യാതൊരു തരത്തിലും തടസ്സമുണ്ടാകുന്നതല്ല. അവർ എന്നെ തന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും. കിം പുനർ ബ്രാഹ്മണാ പുണ്യ ഭക്ത രാജഋഷയസ്തത. പിന്നെ ഏറ്റവും താഴ്ന്ന ജനനം ലഭിച്ചവർക്ക് പോലും അതാണ് അവസ്ഥ എങ്കിൽ ശ്രേഷ്ഠന്മാരായവരുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ രാജഋഷിമാരുടെ അവസ്ഥ എന്താണ്? അവരെല്ലാവരും തന്നെ എന്നിലേക്ക് തന്നെ ശരണം പ്രാപിക്കുന്നു, എന്നിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യം അസുഖം ലോകം, ഈ ലോകം അനിത്യമാണ്, നിത്യമുള്ളതല്ല. അസുഖം, വളരെ സുഖകരവുമല്ല, സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമായ ലോകമാണിത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നീ വരേണ്ടത് എന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണത്തിലൂടെ, എന്നെ ഭജിച്ചുകൊണ്ടുള്ള പ്രയാണത്തിലൂടെ, എന്നിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മത്തിലൂടെ നീ സസുഖമായ, നിത്യമായും സുഖമനുഭവിക്കുന്ന ഒരു ഉജ്ജ്വലമായ ലോകമുണ്ട്. അവിടേക്കാണ് നീ എത്തിച്ചേരേണ്ടത്. ഇതുപോലെയുള്ള ഉജ്ജ്വലന്മാരായ കർമ്മയോഗികളും ജ്ഞാനയോഗികളും എത്തിച്ചേരേണ്ടത്. മന്മനാ ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. മദ്ഭക്ത, എന്റെ ഭക്തനായി നിന്നുകൊണ്ട്, മന്മനാഭവ, നിന്റെ മനസ്സ് എന്നിൽ അർപ്പിച്ചുകൊണ്ട്, മദ്യാജീമാം നമസ്കുരു, എന്നിലേക്ക് തന്നെ എത്തണമെന്ന് വിശ്വസിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, മാമേ വൈശ്യസി യുക്ത്വൈവം, ഞാൻ തന്നെയാണ് ലക്ഷ്യബിന്ദു എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട്, ആത്മാനം മത്പരായണഃ, ആത്മാവ് എന്നിലേക്ക് വിട്ടുതന്നുകൊണ്ട്, എന്നിൽ തന്നെ ആത്മാവിനെ നിർത്തിക്കൊണ്ട് ഉള്ള പ്രയാണം നീ ചെയ്യുക. ആ പ്രയാണത്തിലൂടെ നീ എത്തിച്ചേരുന്നത് എന്നിലേക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യ രാജഗുഹ്യയോഗോ നാമ നവമോധ്യായ. ഭഗവദ്ഗീതയിലെ രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന 9-ാം അധ്യായം ശ്രീകൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുക്കുകയാണ്.